ബ്രിട്ടനിൽ വലിയ വിവാദങ്ങൾ തിരികൊളുത്തിയിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസൺ ഒരു വീഡിയോയിലൂടെ നടത്തിയ ചില അവകാശവാദങ്ങളാണ് ഇപ്പോൾ വിഷയം. ബ്രിട്ടീഷ് പാകിസ്ഥാനി സമൂഹത്തിലെ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങൾ രാജ്യത്തെ ജനിതക വൈകല്യങ്ങൾക്ക് വലിയൊരളവിൽ കാരണമാകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ശക്തമായ പ്രസ്താവനകളും വിവാദപരമായ സ്ഥിതിവിവര കണക്കുകളും നിറഞ്ഞ ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ ചർച്ചയാവുകയും രൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ബ്രാഡ്ഫോർഡിലെ പാകിസ്ഥാനികളിൽ 76% പേരും സ്വന്തം കസിൻസിനെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് റോബിൻസൺ അവകാശപ്പെട്ടു. 76% of Pakistanis in Bradford marry their first cousins. I know. Pakistanis make up 3%. Pakistani men make up 3% of the UK population, or Pakistanis do. They're responsible for 33% of child defects at birth. I've seen. They are being born retarded. It's costing us a fortune. It's costing the economy a fortune. It's billions and billions because Mohammed married his cousin. Well, I don't care what Mohammed done in the 7th century because he was a barbarian warlord. So enacting what he done, no, it's no longer right. It's never been right, and it has to stop in Great Britain. യുകെയിലെ ജനസംഖ്യയുടെ ഏകദേശം 3% മാത്രം വരുന്ന ബ്രിട്ടീഷ് പാകിസ്ഥാനികൾ രാജ്യത്തെ ജനിതക വൈകല്യങ്ങളുടെ 33%-നും കാരണക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രവണത ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നുവെന്നും റോബിൻസൺ കുറ്റപ്പെടുത്തി. അവർ ജനിതക വൈകല്യം സംഭവിച്ചവരായി ജനിക്കുന്നു. ഇത് നമുക്ക് വലിയ നഷ്ടമാണ് വരുത്തുന്നത്. സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. പ്രവാചകനായ മുഹമ്മദ് തന്റെ ബന്ധുവിനെ വിവാഹം കഴിച്ചതുകൊണ്ടാണത്. മുഹമ്മദ് 7-ാം നൂറ്റാണ്ടിൽ ഒരു പ്രാകൃതനായിരുന്നു എന്നത് എനിക്കൊരു വിഷയമല്ല. ഇത് ശരിയല്ല, ഇതൊരിക്കലും ശരിയായിരുന്നില്ല. ഗ്രേറ്റ് ബ്രിട്ടനിൽ ഇത് നിർത്തണം, അദ്ദേഹം പ്രകോപനപരമായി പറഞ്ഞു. ഈ പ്രസ്താവനകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. നിരവധി പേർ റോബിൻസനെ പിന്തുണച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയെയും സ്ഥിതിവിവര കണക്കുകളുടെ കൃത്യതയെയും ചോദ്യം ചെയ്ത് വ്യാപകമായ എതിർപ്പും ഉയർന്നു. ഇത് വികലമായ സ്ഥിതിവിവര കണക്കുകളുടെയും തുറന്ന വംശീയതയുടെയും പ്രകടനമാണ്. അതെ, അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം അപകട സാധ്യത വർദ്ധിപ്പിക്കും. പക്ഷേ ഒരു സമൂഹത്തെ മുഴുവൻ ജനിതക വൈകല്യമുള്ളവർ എന്ന് അധിക്ഷേപിക്കുന്നത് അറപ്പുളവാക്കുന്നതാണ്. ഇത് ആരോഗ്യത്തെക്കുറിച്ചാണെങ്കിൽ വെറുപ്പുണ്ടാക്കുന്നതിലല്ല, അവബോധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ഒരു ഉപയോക്താവ് കുറിച്ചു. മറ്റൊരു കമന്റിൽ പ്രസ്താവിച്ചിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകളെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി. എക്സിന്റെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് റോബിൻസന്റെ അവകാശവാദങ്ങൾ പരിശോധിച്ചപ്പോൾ ബ്രാഡ്ഫോർഡിൽ 76% കസിൻ വിവാഹങ്ങൾ ഉണ്ടെന്ന കണക്ക് അതിശയോക്തിപരമാണെന്ന് സ്ഥിരീകരിച്ചു. ബോൺ ഇൻ ബ്രാഡ്ഫോർഡ് പഠനത്തെ ഉദ്ധരിച്ച് 2007 മുതൽ 2010 വരെ ഏകദേശം 60% വിവാഹങ്ങൾ അടുത്ത ബന്ധുക്കൾക്കിടയിലായിരുന്നുവെന്നും എന്നാൽ 2016-19 ഇത് 46%-ആയി കുറഞ്ഞുവെന്നും ഗ്രോക്ക് വ്യക്തമാക്കി. എന്നിരുന്നാലും യുകെയിലെ നാഷണൽ ഹെൽത്ത് സർവീസും അക്കാഡമിക് ഗവേഷണങ്ങളും ഉദ്ധരിച്ച് ജനസംഖ്യയുടെ ഏകദേശം 3% വരുന്ന ബ്രിട്ടീഷ് പാകിസ്ഥാനികൾ 30-33% ജനിതക വൈകല്യങ്ങൾക്ക് കാരണക്കാരാണെന്ന് ഗ്രോക്ക് സ്ഥിരീകരിച്ചു. ഇത് അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങളുമായി ബന്ധിപ്പിക്കാവുന്നതാണെന്നും ഗ്രോക്ക് ഉദാഹരിച്ചു. ഈ വർഷം ആദ്യം BBC റിപ്പോർട്ട് ചെയ്ത ബോൺ ഇൻ ബ്രാഡ്ഫോർഡ് പഠനത്തിലെ പുതിയ വിവരങ്ങളും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. 2007-നും 2010-നും ഇടയിൽ 13,000-ലധികം കുട്ടികളെ നിരീക്ഷിച്ച ഈ പഠനത്തിലെ 6-ൽ 1 കുട്ടിയുടെ മാതാപിതാക്കളും ഫസ്റ്റ് കസിൻസ് ആയിരുന്നു. ഇത് കൂടുതലും ബ്രാഡ്ഫോർഡിലെ പാകിസ്ഥാനി സമൂഹത്തിൽ നിന്നുള്ളവരായിരുന്നു. ഫസ്റ്റ് കസിൻ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഒരു റിസസീവ് തകരാറുണ്ടാകാനുള്ള സാധ്യത 6%-ആണെന്നും സാധാരണ ദമ്പതികളുടെ കുട്ടികൾക്കിത് 3%-ആണെന്നും പഠനം കണ്ടെത്തി. സംസാരശേഷിയുടെ വികസനം, സ്കൂളിലെ പ്രകടനം, മറ്റു ബാല്യകാല പ്രവൃത്തികൾ എന്നിവയും പഠനം നിരീക്ഷിച്ചു. ദാരിദ്ര്യം, മാതാപിതാക്കളുടെ വിദ്യാഭ്യാസം എന്നിവ പരിഗണിച്ചതിനു ശേഷവും ഫസ്റ്റ് കസിൻസിന്റെ കുട്ടികൾക്ക് സംസാരത്തിലോ ഭാഷയിലോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത 11%-ആയിരുന്നു. മറ്റുള്ള കുട്ടികളിൽ ഇത് 7%-ആണ്. 5 വയസ്സോടെ പ്രാപ്യമാക്കേണ്ട പ്രധാന പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും അവർക്ക് സാധ്യത കുറവായിരുന്നു. എല്ലാ 5 വയസ്സുകാർക്കും UK സർക്കാർ നൽകുന്ന ഒരു മാനദണ്ഡമുണ്ട്. ഗുഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഫസ്റ്റ് കസിൻ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഈ സ്റ്റേജിലെത്താൻ 54% സാധ്യതയുണ്ടെന്നും മാതാപിതാക്കൾ ബന്ധുക്കളല്ലാത്ത കുട്ടികളിൽ ഇത് 64%-ആണെന്നും പഠനം കണ്ടെത്തി. യുകെയിൽ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം നിയമപരമാണെങ്കിലും ഇതൊരു തർക്ക വിഷയമാണ്. BBC റിപ്പോർട്ട് അനുസരിച്ച് കൺസർവേറ്റീവ് MP റിച്ചാർഡ് ഹോൾഡൻ ഈ പ്രവണത നിരോധിക്കാൻ ഒരു ബിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിലെ സർക്കാരിന് അത്തരം പദ്ധതികളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പകരം ഫസ്റ്റ് കസിൻ ദമ്പതികളെ കുട്ടികളുണ്ടാകുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ഒരു ജനറ്റിക് കൗൺസിലിംഗ് സമീപനമാണ് UK പിന്തുടരുന്നത്. അതേസമയം നോർവേ പോലുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ
അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം സ്വീഡനും ഇത് പിന്തുടരാൻ പദ്ധതിയിടുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങളും സംവാദങ്ങളും തുടരേണ്ടതുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു.